ഫിലിം റിവ്യൂ ജോമോന്റെ സുവിശേഷങ്ങൾ. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദുൽഖർ സൽമാൻ നായകനാകുന്ന സത്യനന്ദിക്കാട് മൂവി ജോമോന്റെ സുവിശേഷങ്ങൾ തിയേറ്ററുകളിൽ എത്തി. അച്ഛന്റെയും മകന്റെയും സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ജോമോന്റെ സുവിശേഷങ്ങളിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചയുടെ കഥയാണ് പറയുന്നത്. ജോമോനായി എത്തുന്നത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാന്റെ അപ്പന്റെ വേഷത്തിൽ വിൻസെന്റ് എന്ന ബിസിനസ് ടൈക്കൂണായി എത്തുന്നത് മുകേഷാണ്. ജോമോന്റെ ജീവിതത്തിൽ 2 കാമുകിമാരുണ്ട്, ഖാദറീനും വൈദേഹിയും. ഇവരെ അനുപമ പരമേശ്വരനും ഐശ്വര്യ രാജേഷും അവതരിപ്പിക്കുന്നു. തൃശൂരിലെ വലിയ ബിസിനസ് ടൈക്കൂണായ വിൻസെന്റിന്റെ ബിസിനസ്സുകൾ തകർന്ന് അയാൾ പാപ്പരയായി വീടും സ്ഥലവും ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം നഷ്ടമാകുന്നു. ബന്ധപ്പെട്ടവരും കുടുംബാംഗങ്ങളും എല്ലാം അയാളെ കൈയൊഴിയുന്നു. എല്ലാം നഷ്ടപ്പെട്ട വിൻസെന്റിന്റെ സംരക്ഷകനായി അയാളുടെ ഇളയ മകൻ ജോമോൻ എത്തുന്നു. ജോമോൻ തന്റെ അപ്പനെയും കൊണ്ട് തിരുപ്പൂരിലേക്ക് വണ്ടി കയറുന്നു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെത്തിയ ജോമോൻ തന്റെ കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കുന്നു. ഇവിടെ സിനിമ അവസാനിക്കുന്നു. ദുൽഖർ സൽമാനും മുകേഷും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തമിഴിൽ നിന്നുമുള്ള മനോബാലയുടെ സാന്നിധ്യം സിനിമയ്ക്ക് കരുത്തേകുന്നു. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട ഗാനങ്ങളും വളരെ നന്നായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സത്യനന്ദിക്കാട് സിനിമകളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ചേരുവകളും ജോമോന്റെ സുവിശേഷങ്ങളിൽ ഉണ്ട്. ദുൽഖർ സൽമാൻ സിനിമകളിൽ മികച്ച സിനിമകളുടെ ലിസ്റ്റിൽ ജോമോന്റെ സുവിശേഷങ്ങളും ഉൾപ്പെടുത്താം.